ചേട്ടാ 2023 മെയ് 10-നായിരുന്നു കേരളക്കരെ ആകെ ഞെട്ടിച്ച ഹൗസ് സർജൻ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം. അപ്പോൾ ആ കേസിൽ ഒരു പ്രതി എന്ന് പറയുന്നത് ഒരു അധ്യാപകനാണ്. ഈ കഴിഞ്ഞ ദിവസം കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ മാർച്ച് 21-നാണ് ആ കേസിന്റെ വിധി വരുന്നത്. എന്താണ് ആ കേസിന്റെ നാൾവഴികൾ? നിരന്തരം നീതിപീഠത്തിന് മുന്നിൽ താനൊരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് പരമാവധി ശിക്ഷാ ഇളവ് നേടിയെടുക്കാൻ പ്രതിയായിട്ടുള്ള സന്ദീപ് ദാസ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇയാൾക്ക് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാനസിക രോഗമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നിരന്തരമുള്ള ശ്രമങ്ങൾ. ഇയാൾ ജയിലിൽ പോയ നാൾ മുതൽ ജയിൽ ലൈബ്രറിയിലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, മാനസിക വിദഗ്ധനെ കാണുന്നു. അങ്ങനെ ഇയാളൊരു സ്ഥിരം മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊരു കണക്കുകൂട്ടൽ ഇയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇയാൾക്ക് കാര്യമായ മാനസിക പ്രശ്നങ്ങളില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പഴുതടച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കി, ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി. എന്തായാലും ഈ 21-ാം തീയതി ഇയാളുടെ ശിക്ഷാവിധി വരികയാണ്. കൊല്ലം സെഷൻസ് കോടതിയിലാണ് ശിക്ഷാവിധി വരുന്നത്. ഈ സംഭവം നടക്കുന്നത് 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ഈ സന്ദീപ് ദാസ് എന്ന് പറയുന്ന വ്യക്തി നെടുമ്പന UP സ്കൂളിലെ ഒരു അധ്യാപകനാണ്. ഇയാളുടെ സ്വദേശം എന്ന് പറയുന്നത് കുടവട്ടൂരാണ്. ഇയാളൊരു ആൽക്കഹോളിക്കായിരുന്നു. നിരന്തരമായിട്ട് മാനസിക പ്രശ്നങ്ങൾ പുറത്ത് കാണിക്കുന്ന ഒരാളായിരുന്നു. അത് ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ അനന്തര ഫലമായിരിക്കാം. അങ്ങനെ അന്നേ ദിവസം ഈ മെയ് 10-ാം തീയതി പുലർച്ചെ ഇയാൾ സമീപത്തെ വീടുകളിലേക്ക് ഓടിക്കയറുന്നു. വലിയ അലറി വിളിച്ചുകൊണ്ട് നാട്ടുകാരെ അടക്കം വിളിച്ചുണർത്തി. ഇയാൾക്ക് കാലിൽ പരിക്കേറ്റിരുന്നു. ആ സമയത്ത് വലിയ പരിഭ്രാന്തിയോടെയാണ് അവിടെ പ്രകടനം ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. തുടർന്ന് ഇയാൾ തന്നെയാണ് കേരള പോലീസിൻ്റെ എമർജൻസി നമ്പറായിട്ടുള്ള ഹെൽപ്പ് ലൈനിൽ വിളിച്ചുകൊണ്ട് തന്നെ ആരോ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, തനിക്ക് പരിക്കേറ്റിട്ടുണ്ട്, തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പോലീസിൽ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ഇയാളെ നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൂയപ്പള്ളി പോലീസാണ് സ്ഥലത്തെത്തി ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏകദേശം പുലർച്ചയോടുകൂടിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഇയാളുടെ കാലിൽ മുറിവേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ആ മതിൽ ചാടി ഓടുന്നതിനിടയിൽ ഉണ്ടായ മുറിവായിരിക്കാമെന്നാണ് ആ സമയത്ത് അവിടെ ഇയാളുടെ സമീപവാസികളായ ആളുകളൊക്കെ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഇയാളുടെ കാല് മുറിവേറ്റ ഭാഗം ഡ്രസ്സ് ചെയ്യുന്നു. ഈ ഡ്രസ്സ് ചെയ്യുന്നതിനിടെ ഡ്രസ്സ് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ കബളിപ്പിച്ചുകൊണ്ട് ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സർജിക്കൽ ഉപകരണം കൈക്കലാക്കിയ സർജിക്കൽ ഉപകരണം ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. പിന്നീട് ഇയാളുടെ ബന്ധുവായിട്ടുള്ള ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങോട്ടേക്ക് ഇയാളെ കാണാൻ വരുന്നതോടെയാണ് ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. അതുവരെ ശാന്തനായിരുന്ന ഒരു വ്യക്തി, അത് പോലീസ് അറസ്റ്റ് ചെയ്തതല്ല, പോലീസിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിക്കേറ്റ നിലയിൽ കണ്ട ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ നിലയ്ക്ക് ഒരു ക്രിമിനൽ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കൈവിലങ്ങടക്കമുള്ള മുൻകരുതലുകൾ എടുക്കാമായിരുന്നു എന്നാണ് പിന്നീട് പോലീസും പറഞ്ഞത്. അങ്ങനെ ഈ ഡ്രസ്സിംഗ് റൂമിലെ പരിശോധനകൾക്കായി ഡോക്ടർ വന്ദനാദാസ് വരുന്നു. വന്ദനാദാസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ബന്ധുവായിട്ടുള്ള ബിനു വരുന്നത്. ബിനുവിനെ കണ്ട മാത്രയിൽ തന്നെ ഇയാൾ ഒരു മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നു. ഇയാൾ കൂടുതൽ അക്രമാസക്തനാകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഇയാളെ ആക്രമിക്കുന്നു. തുടർന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡിനെ, സെക്യൂരിറ്റി ഗാർഡിനെ അടക്കം മർദ്ദിക്കുന്നു, ആക്രമിക്കുന്നു. കയ്യിൽ കരുതിയിരുന്ന് ഇവരൊക്കെ തിരിഞ്ഞോടി പ്രാണരക്ഷാർത്ഥം പിന്തിരിഞ്ഞോടുമ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോയതാണ് ഈ വന്ദനാദാസ് എന്ന് പറയുന്ന ഹൗസ് സർജൻ. ഈ പെൺകുട്ടിയെ തുടരെ 6ഓളം കുത്തുകൾ, നെഞ്ചിലും അതുപോലെ തന്നെ മുതുകിലും മാരകമായിട്ടുള്ള മുറിവുകൾ. ഈ സർജിക്കൽ ഉപകരണം എന്ന് പറയുമ്പോൾ അറിയാലോ, കൂടുതൽ മൂർച്ചയുള്ള ആയുധമാണ്. അത് വെച്ച് ഈ ഒരു ഭാഗം തുളച്ച് മറുഭാഗത്തെത്തുന്ന തരത്തിലുള്ള മുറിവുകളായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആളുകൾ ഓടിക്കൂടുന്നു. ഇയാൾ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് കീഴ്പ്പെടുത്തുന്നു. വന്ദനാദാസിനെ കൂടുതൽ ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിലെ പോരായ്മ കൂടി കണക്കിലെടുത്തായിരിക്കും നേരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയായ വിജയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഈ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നിരന്തരം ആയിട്ടുള്ള ശ്രമങ്ങൾ, ആരോഗ്യം എന്തായാലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായതിനെ തുടർന്ന് പിറ്റേ ദിവസം അതായത് 10-ാം തീയതി പുലർച്ചയോടുകൂടി 8:30 ഈ പെൺകുട്ടിയുടെ മരണം സംഭവിക്കുന്നു. ഇതായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം. ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതിനുശേഷം ആൽക്കഹോളിക്കായിട്ട് പിന്നീടുണ്ടായ ചെറിയ പ്രശ്നങ്ങളാണ് എന്താണ് ഇയാളുടെ മാനസികാസ്വാസ്ഥ്യത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ആ ഒരു മാനസിക വെല്ലുവിളിയുടെ പേര് പറഞ്ഞ് നിയമത്തിൽ നിന്ന് തനിക്ക് ഇളവ് കിട്ടാൻ വേണ്ടി ഇയാൾ മനഃപൂർവ്വം ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഈ കേസ് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നു. അങ്ങനെ
നിരന്തരം ഈ കേസ് മുന്നോട്ട് പോകുന്നതിനിടെ ഈ വന്ദനയുടെ മാതാപിതാക്കൾ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ പോകുന്നു. എന്നാൽ കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമാണ് എന്നുള്ളതായിരുന്നു. വിചാരണ വേളയിലും നിരന്തരം പ്രതിസന്ധികൾ ഈ കേസിന് വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നു. കാരണം ഈ സന്ദീപിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തത്, അതായത് പ്രതിഭാഗത്തിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തത് BA ആളൂർ എന്ന് പറയുന്ന കേരളത്തിലെ കുപ്രസിദ്ധനായ ക്രിമിനൽ വക്കീലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള അഡ്വക്കേറ്റ് PG മനു ഈ കേസിൻ്റെ ഈ പ്രതിഭാഗത്തിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു. എന്നാൽ ഈ കേസിൻ്റെ വിചാരണ നടപടികൾക്കായി കൊല്ലത്തെത്തുന്ന PG മനു കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. പിന്നീട് ഈ കേസിൻ്റെ ഏറെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു പ്രതിഭാഗം വക്കീൽ ഈ കേസിൽ ഉണ്ടാകുന്നത്. റാൾഫ് P. ജോൺ എന്ന് പറയുന്ന മറ്റൊരു വക്കീൽ വരുന്നു. എന്നാൽ അദ്ദേഹവും അധികം താമസിയാതെ വക്കാലത്ത് ഒഴിയുകയാണ് ഉണ്ടായത്. പിന്നീട് ഏറെ നാൾ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തന്നെ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നതിന് ശേഷമാണ് മറ്റൊരു വക്കീൽ ഇയാളുടെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. ഇതോടെയാണ് കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം, അതായത് ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് തേടി എത്തുന്ന ആളുകളാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ഈ ഡോക്ടർമാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്ന സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. കാരണം ഒരുപക്ഷെ രാത്രിയായിരിക്കും, ആരോഗ്യ പ്രവർത്തകരുടെ അഭാവമുണ്ട്, ആരോഗ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണത്തിലെ അഭാവമുണ്ട്. അത് ആ ഒരു ആശുപത്രിയുടെ സംവിധാനത്തെ, ആ ഒരു അന്തരീക്ഷത്തെ തന്നെ തകരാറിലാക്കുന്ന തരത്തിലാണ്. അപ്പോൾ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് തനിക്കാദ്യം ചികിത്സ കിട്ടണമെന്നായിരിക്കും. പക്ഷേ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലെ കുറവ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. 2012 ഈ ഒരു ആശുപത്രി സംരക്ഷണ നിയമം, ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്ന കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വന്ദനാദാസിൻ്റെ കൊലപാതകത്തെ തുടർന്ന് ഈ ഒരു നിയമത്തിൽ ഭേദഗതി വരണമെന്ന് നിരന്തരം ആവശ്യമുയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 2023 ഈ നിയമം ഭേദഗതി ചെയ്യുകയും കൂടുതൽ കുറ്റങ്ങൾ ഈ ഒരു ഇത്തരത്തിൽ അക്രമികളുടെ മേലേക്ക് ചുമത്തുകയും ഒക്കെ ആവശ്യപ്പെട്ടു. എന്തായാലും ഇയാൾ കുറ്റക്കാരനാണെന്ന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 21-ാം തീയതി ശിക്ഷ വരും. എന്തായാലും ഈ നമ്മൾ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ജയിലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ പരിവർത്തനം നമ്മളൊക്കെ ഇപ്പോഴും പറയും. ജയിലിൽ ഇത്രയധികം ശമ്പളമുണ്ട്, ഒരു കുറ്റവാളി ജയിലിലേക്ക് പോകുന്നു. കേരളത്തിൽ തൊഴിൽ രഹിതർ കൂടുമെന്നിരിക്കെ ഇത്തരത്തിൽ ജയിലിൽ ഇത്ര വലിയൊരു ശമ്പളം കൊടുക്കുമ്പോൾ അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിത നിലവാരം ഉറപ്പാക്കുന്ന കേന്ദ്രങ്ങളായിട്ട് ജയിലുകൾ മാറുന്നു എന്നൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ഈ ഗോവിന്ദച്ചാമി ജയിലിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അദ്ദേഹം തിരിച്ചെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. അതേ രീതിയിൽ തന്നെയാണ് ഒരു ആൽക്കഹോളിക്കായിട്ട് അക്രമാസക്തനായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ട ഒരു സന്ദീപ് ആയിരുന്നില്ല പിന്നീട് കോടതിയുടെ വിചാരണ വേളയിലൊക്കെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴുള്ള സന്ദീപ്. കൂടുതൽ എന്ത് പശ്ചാത്താപം ഉണ്ടെങ്കിലും കൊന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഈ കോട്ടയം കുറുപ്പന്തറ മുട്ടുചിറ സ്വദേശിയാണ് വന്ദനാദാസിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് മോഹൻദാസ് വസന്തകുമാരി ദമ്പതികളുടെ ഏക മകളായിരുന്നു ഈ വന്ദനാദാസ് എന്ന് പറയുന്ന ഡോക്ടർ. അവരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മകളെ ഡോക്ടറാക്കണമെന്ന അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു ആക്രമണം അരങ്ങേറിയത്. എന്തായാലും വന്ദനാദാസിൻ്റെ പേരിലൊരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് സാമൂഹ്യ സേവനമൊക്കെയാണ് ഈ അച്ഛനും അമ്മയും ഇപ്പോൾ ചെയ്തു വരുന്നത്. അതിന് ബീഹാർ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് അവർ ആ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഓരോ ആശുപത്രികൾ ഡോക്ടർ വന്ദനാദാസിൻ്റെ പേരിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ആ ഒരു മാതാപിതാക്കൾ തൻ്റെ മകളുടെ ഓർമ്മകളെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല. കഴിഞ്ഞ 2025 ഓഗസ്റ്റിലായിരുന്നു നമ്മുടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഒരു പെൺകുട്ടി പെട്ടെന്ന് മരണപ്പെടുന്നു. പെൺകുട്ടിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമായിരുന്നു. ആ കുടുംബത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ 2 സഹോദരന്മാർക്കും സമാനമായ രീതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരുന്നു. അവർ ചികിത്സയിൽ അതിൽ നിന്ന് റിക്കവറായി. പക്ഷേ ഈ പെൺകുട്ടി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ മരണ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവുമായി നേരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. നിരന്തരം വരുന്നു. പെട്ടെന്നൊരു ദിവസം പ്രകോപനമില്ലാതെ ഈ ഡ്യൂട്ടി മുറിയിലുണ്ടായിരുന്ന ഡോക്ടറെ, ആ പെൺകുട്ടിയെ ചികിത്സിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കായിരുന്നു ഒന്ന് പരിക്കേറ്റത്. മാരകമായിട്ടുള്ള പരിക്കേറ്റ് കുറേ നാൾ ഗുരുതരാവസ്ഥയിലായിരുന്നു ആ ഡോക്ടർ ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. എന്തായാലും സന്ദീപ് മാനസിക വെല്ലുവിളി അല്ലെങ്കിൽ മാനസികാരോഗ്യം തകരാറിലാണ് എന്ന് നിയമ സംവിധാനത്തിന് മുന്നിൽ സമർത്ഥിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാഴാക്കിക്കൊണ്ടാണ് അന്വേഷണ സംഘം ഈ കേസിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തി
ഈ വിചാരണ നടപടികൾ പൂർത്തീകരിച്ചിരിക്കും. എന്തായാലും ഇയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ. ഇത്തരത്തിലുള്ള ക്രിമിനൽ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ.